നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, PF പെൻഷൻ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി, പെൻഷനിൽ വെട്ട് വേണ്ട എന്നുള്ള വാർത്തയാണ്. അതായത് നിലവിൽ നൽകുന്ന ഉയർന്ന PF പെൻഷൻ പ്രോ റേറ്റ് വ്യവസ്ഥയുടെ പേരിൽ വെട്ടിക്കുറയ്ക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. EPFOയുടെ 2024 ഫെബ്രുവരി 14 പ്രോ റേറ്റ് ഉത്തരവും ഈ മാസം 18 വിശദീകരണ ഉത്തരവും ചോദ്യം ചെയ്ത് തിരുവനന്തപുരം സ്വദേശി N ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെ 41 പെൻഷൻകാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ്റെ ഇടക്കാല ഉത്തരവ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നെന്മാറ ഇരട്ടക്കൊലപാതകം ചെന്താമര പിടിയിൽ എന്നുള്ള വാർത്തയാണ്. പോലീസിൻ്റെ വീഴ്ച സംബന്ധിച്ച് SP-യുടെ റിപ്പോർട്ട്, ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ, 5 പേരെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നതായി പ്രതിയുടെ മൊഴി, പിടികൂടിയ ചെന്താമരയെ പോലീസ് വീട്ടിലെത്തിച്ചപ്പോഴുള്ള ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി സെഞ്ചുറി കുതിപ്പ് എന്ന തലക്കെട്ടോടുകൂടി ഗതിനിർണയ ഉപഗ്രഹം NVS-2 വിക്ഷേപണം ഇന്ന് നടക്കും. രാവിലെ 6:23 ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പോർട്സ് സെൻറ്ററിൽ നിന്ന് GSLVയുടെ ചിറകിലേറി കുതിക്കുന്നതോടെ 100ാം വിക്ഷേപണം എന്ന ചരിത്ര നേട്ടം ISROയ്ക്ക് സ്വന്തമാകും. അതിൻ്റെ താഴെയായി ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിൽ തുടക്കം എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. കൊടും തണുപ്പിലും ആവേശം ചോരാതെ ഉത്തരാഖണ്ഡിൽ ദേശീയ ഗെയിംസിന് ഗംഭീര തുടക്കം. രാജീവ് ഗാന്ധി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബാഡ്മിൻ്റൺ താരം ലക്ഷ്യ സെൻ കൈമാറിയ ദീപശിഖ വേദിയിൽ സ്ഥാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 38ാമത് ദേശീയ ഗെയിംസിന് തുടക്കമിട്ടു. 2036 ഒളിമ്പിക്സ് വേദി ഒരുക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കുഞ്ചുകുറുപ്പ് എന്ന ഇന്നത്തെ കാർട്ടൂൺ പരമ്പരയിൽ AI സാങ്കേതികവിദ്യയുടെ വളർച്ച സോഷ്യലിസത്തേക്കുള്ള യാത്രയായി തീരുമെന്ന് MV ഗോവിന്ദൻ. CPM AI എന്ന പേരോർക്കുമ്പോൾ ചുവന്ന രോമാഞ്ചം വരുന്നു എന്നുള്ളതാണ് ഈ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ, ദീപികയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത, 100ാം വിക്ഷേപണ നിറവിൽ ശ്രീഹരിക്കോട്ട എന്ന തലക്കെട്ടോടുകൂടി വിക്ഷേപണത്തിൻ്റെ ചിത്രം നൽകിയിരിക്കുന്ന വാർത്ത. അതിനോടൊപ്പം വലതുഭാഗത്ത് ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡെറാഡൂണിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ദൃശ്യം നൽകിയിട്ടുണ്ട്. വേദിയുടെ ചിത്രം അതിനോടൊപ്പം വലതുഭാഗത്തായി നൽകിയിരിക്കുന്നു. അതിന് തൊട്ട് താഴെയായി കൊലയാളി പിടിയിൽ നെന്മാറ സ്റ്റേഷന് മുന്നിൽ സംഘർഷം, ലാത്തി വീശി പോലീസ് എന്ന തലക്കെട്ടോടുകൂടി പോലീസ് പിടികൂടിയ ചെന്താമരയെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ചിത്രം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി പോലീസിന് വൻ വീഴ്ച എന്ന തലക്കെട്ടോടുകൂടി നെന്മാറ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട ജാമ്യത്തിലിറങ്ങിയ പ്രതി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയ ആളുടെ ഭർത്താവിനെയും അമ്മയും രണ്ടാമതും ജാമ്യത്തിലിറങ്ങി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത വിശദമായി ആ വാർത്തയ്ക്ക് തൊട്ട് താഴെ നൽകിയിരിക്കുന്നു. ഇടതുഭാഗത്തായി മാവേലി നാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്ന നിസ്സംഗത, VD സതീശൻ. നിസ്സംഗതയെ പ്രതിപക്ഷം നിസ്സംഗത കൊണ്ട് തന്നെ നേരിടും, സർക്കാരിന് ചുട്ട മറുപടി നൽകും. മുല്ലപ്പെരിയാറിൽ സുപ്രീം കോടതി പരാമർശം, സുരക്ഷാ ഭീഷണി ആശങ്ക മാത്രം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷാ ഭീഷണി ആശങ്ക മാത്രമാണെന്ന പരാമർശവുമായി സുപ്രീം കോടതി ജസ്റ്റിസ് ഋഷികേഷ് റോയ് ഡാമിൻ്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോ ജോസഫ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ജഡ്ജി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, ഇതാ ഇന്ത്യയുടെ ഒളിമ്പിക്സ് എന്ന തലക്കെട്ടോടുകൂടി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മാധ്യമം. ഇടതുഭാഗത്ത് ദേശീയം എന്ന തലക്കെട്ടോടുകൂടി ശ്രീഹരിക്കോട്ടയിലെ 100ാമത് ദൗത്യം ഇന്ന് എന്ന തലക്കെട്ടോടുകൂടി വിക്ഷേപണത്തിന് ചിത്രം നൽകിയിരിക്കുന്നു. വലതുഭാഗത്തായി വിവാദ വ്യവസ്ഥകൾ നിലനിർത്തി വഖഫിൽ കടുപ്പിച്ച് എന്ന തലക്കെട്ടോടുകൂടി JPC റിപ്പോർട്ടിനൊപ്പം പുതിയ ബില്ലും അംഗീകാരത്തിനായി ഇന്ന് യോഗം. റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ ഓരോന്നായി നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും കടുത്ത എതിർപ്പുകൾക്കിടയാക്കിയ വിവാദ വ്യവസ്ഥകൾ ഏതാണ്ടെല്ലാം നിലനിർത്തി കണ്ണിൽ പൊടിയിടാൻ പേരിന് മാത്രം ഭേദഗതി വരുത്തി 2024 വഖഫ് ബില്ലുമായി മുന്നോട്ട് പോകാൻ സംയുക്ത പാർലമെൻ്ററി സമിതി ശുപാർശ. അതിന് തൊട്ടു താഴെയായി നെന്മാറ ഇരട്ടക്കൊല ചെന്താമര പിടിയിലായത് 36 മണിക്കൂറിന് ശേഷം നെല്ലിയാമ്പതിയിൽ നിന്ന് പോലീസ് വീഴ്ചയിൽ നടപടി, SHOയ്ക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്ത പ്രാധാന്യത്തോടെ താഴെ നൽകിയിരിക്കുന്നു. വലതുഭാഗത്തായി അതിനോടൊപ്പം സുധാകരൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ പൊട്ടിക്കരയുന്ന മകൾ അഖിലയുടെ ചിത്രം നൽകിയിരിക്കുന്നു. ഇടതുഭാഗത്തായി പ്രതി ചെന്താമര നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ചിത്രവും നൽകിയിട്ടുണ്ട്. ആവേശമാകാം പക്ഷേ എന്ന തലക്കെട്ടോടുകൂടി കടലിലേക്ക് ചാടാൻ വേണ്ടി ഓടുന്ന 2 കുട്ടികളുടെ ചിത്രം നൽകി. ഇന്നത്തെ പ്രധാനപ്പെട്ട ചിത്രമായി
മാധ്യമം നൽകിയിരിക്കുന്നു. ശ്രീലങ്ക നാവികസേന വെടിവെപ്പ് 5 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക് എന്ന തലക്കെട്ടോടുകൂടി ശ്രീലങ്ക നാവികസേനയുടെ വെടിവെപ്പ് 5 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ ഡൽഫ് ദ്വീപിന് സമീപം ബോട്ടിൽ മീൻ പിടിക്കാനെത്തിയ 13 പേർക്കു നേരെയാണ് ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്തിയത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മാധ്യമം ആദ്യ പേജിൽ ഏറ്റവും താഴെ. നിർമ്മിത ബുധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ കൊടകര കവർച്ച ഉറവിടം തേടാതെ ED കേസ് അവസാനിപ്പിച്ചു. കുഴൽ ഞങ്ങൾ പണ്ടേ മൈൻഡ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് പണം വരുന്ന തലക്കെട്ടോടുകൂടിയ വാർത്തയാണ്. വിപണിയിൽ പണലഭ്യത കൂട്ടി RBI, വിപണിയിൽ ഇറക്കുക 1.50 ലക്ഷം കോടി. പണലഭ്യതയിലെ കമ്മീഷൻ 3.13 ലക്ഷം കോടിയായി മാറിയിരിക്കുന്നു എന്നുള്ള വാർത്ത. രാജ്യത്തെ അടിസ്ഥാന പലിശ നിരക്കിൽ ഉടനടി കുറവ് വരുമെന്ന പ്രതീക്ഷ ശക്തമാക്കി ബാങ്കിംഗ് സംവിധാനത്തിൽ പണലഭ്യത ഉയർത്താൻ നടപടികളുമായി റിസർവ് ബാങ്ക് 3 രീതിയിലാക്കി ആകെ 1.50 ലക്ഷം കോടി രൂപയ്ക്ക് ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കാനാണ് നടപടി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി 3 ഘട്ടങ്ങളായി 20,000 കോടി രൂപ വീതം സർക്കാർ സെക്യൂരിറ്റി RBI വാങ്ങും. അതിനിടത് ഭാഗത്തായി നെന്മാറ ഇരട്ട കൊലപാതകം ചെന്താമര പിടിയിൽ എന്ന വാർത്തയ്ക്ക് വളരെ പ്രാധാന്യത്തോടെ നൽകുന്നു. ചെന്താമരയെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴുള്ള ചിത്രം അതിനോടൊപ്പം നൽകുന്നുണ്ട്. ഒപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായ മാതൃഭൂമി നൽകിയിട്ടുള്ളത് പാലക്കാട് നെന്മാറ പൊത്തുണ്ടിൽ കൊല്ലപ്പെട്ട അച്ഛൻ സുധാകരൻ്റെയും അച്ഛമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ബന്ധു വീട്ടിലിരുന്ന് പൊട്ടിക്കരയുന്ന അഖിലയും അതുല്യയുമാണ്. അവരുടെ ചിത്രങ്ങൾ കരയുന്ന ചിത്രങ്ങളാണ് അതിനോടൊപ്പം നൽകിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി ബ്രൂവറിയും മണിയാറും JDSൽ പ്രതിഷേധം, മന്ത്രിയെ പിൻവലിക്കണമെന്ന ജില്ലാ പ്രസിഡന്റുമാർ. പാലക്കാട് ബ്രൂവറി അനുവദിച്ചാലും മണിയാർ വൈദ്യുതി പദ്ധതി കരാർ സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകിയാലും വ്യക്തമായ നിലപാടെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മന്ത്രി K കൃഷ്ണൻകുട്ടിയെ പിൻവലിക്കണമെന്ന് JDSൽ ആവശ്യം. പാർട്ടി നേതൃയോഗം വിളിച്ച് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഭൂരിഭാഗം ജില്ലാ അധ്യക്ഷനും സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകി. അതിൻ്റെ ഇടത് ഭാഗത്തായി ഭാസ്കര കാർണവർ വധക്കേസ് ഷെറിൻ ശിക്ഷ ഇളവിന് മന്ത്രിസഭാ ശുപാർശ. ഭാസ്കര കാർണവർ വധക്കേസിൽ 1-ാം പ്രതിയായ ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി ജയിൽ മോചിതയാക്കാൻ മന്ത്രിസഭാ യോഗത്തിൻ്റെ ശുപാർശ. ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ശിക്ഷാ കാലയളവ് 14 വർഷം പൂർത്തിയാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ ഉപദേശക സമിതിയുടെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. ഭാസ്കര കാർണവരുടെ മകൻ്റെ ഭാര്യയാണ് ഷെറിൻ. ബെസ്റ്റ് പ്രീത് എന്ന തലക്കെട്ടോടുകൂടി ബുംറ ICCയുടെ മികച്ച താരം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയ്ക്ക്. പരിമിത ഓവർ മത്സരങ്ങളിലും ടെസ്റ്റിനും ഒരുപോലെ നേട്ടമുണ്ടാക്കിയത് കണക്കിലെടുത്താണ് ഇന്ത്യൻ പേസ് ബോളറെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് ചിത്രവും അതിനോടൊപ്പം നൽകുന്നു. വലതുഭാഗത്ത് ശ്രീഹരിക്കോട്ട എന്ന സെഞ്ചുറി അടിക്കുന്ന തലക്കെട്ടോടുകൂടി 100ാമത്തെ വിക്ഷേപണത്തിൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. കാകദൃഷ്ടി എന്ന ഇന്നത്തെ കാർട്ടൂൺ പരമ്പരയിൽ നെന്മാറ ചെന്താമര അന്ധവിശ്വാസത്തിന് അടിമ, പോലീസും ചെന്താമരയെ അന്ധമായി വിശ്വസിച്ചു എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. നെന്മാറ ഇരട്ടക്കൊല ചെന്താമര പിടിയിൽ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്ന ദേശാഭിമാനി. അതിന് വലതുഭാഗത്തായി കാലിക്കറ്റ് സർവകലാശാല DSON കലോത്സവം, SFI നേതാക്കളെ KSUക്കാർ വളഞ്ഞിട്ട് തല്ലി എന്ന തലക്കെട്ടോടുകൂടി കലോത്സവത്തിനിടെ SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന KSUക്കാരുടെ ചിത്രം മാരകായുധങ്ങളോടുകൂടിയുള്ള ആ ചിത്രമാനോടൊപ്പം നൽകുന്നു. അതിന് തൊട്ട് താഴെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത് കയറ്റുമതി പ്രോത്സാഹന നയത്തിന് അംഗീകാരം, ലോകവാതിൽ തുറന്ന് എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. ആഗോള കയറ്റുമതി ഭൂപടത്തിൽ കേരളക്കുടി പാറിക്കാൻ LDF സർക്കാർ. ഇതിനുള്ള പ്രധാന ചുവടുവയ്പായി കയറ്റുമതി പ്രോത്സാഹന നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്നുള്ള വാർത്ത. ദാവോസിലും കേരളം ലോക പട്ടികയിൽ 1-ാമത് ഗ്രീൻ ഹൈഡ്രജൻ വാലി. വിഴിഞ്ഞം കോൺക്ലേവിന് തുടക്കം, കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കും എന്നുള്ളത് KN ബാലഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതിനോടൊപ്പം മഞ്ഞിൽ വിരിഞ്ഞ് ഗെയിംസ് എന്ന തലക്കെട്ടോടുകൂടി ദേശീയ ഗെയിംസിൻ്റെ വേദിയുടെ ചിത്രം നൽകി ആ വാർത്ത വിശദമായി നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. ഹെഡ്മാസ്റ്റർ എന്ന ദേശാഭിമാനിയുടെ കാർട്ടൂൺ പരമ്പരയിൽ പ്രിയങ്ക വയനാട്ടിൽ കടുവ ചത്തെന്ന് ഉറപ്പാക്കിയിട്ട് വിളിച്ചതാ എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. കൊടും ക്രിമിനലുകൾക്ക് ഒത്താശ, നെന്മാറ ഇരട്ടക്കൊലയ്ക്ക് കാരണം പോലീസ് വീഴ്ച, കാർണവർ വധക്കേസ് പ്രതിയെ മോചിപ്പിക്കാൻ സർക്കാർ തീരുമാനം എന്ന 2 വാർത്തകൾക്കും പ്രാധാന്യമേറെ നൽകിയിട്ടുണ്ട് ജന്മഭൂമി. അതിന് തൊട്ട് താഴെ ഒളിച്ചിരുന്നത് പോത്തുണ്ട് മലയിൽ, ചെന്താമര പോലീസ് പിടിയിൽ എന്ന വാർത്തയ്ക്കും പ്രാധാന്യം നൽകുന്നു ആദ്യ പേജിൽ തന്നെ ജന്മഭൂമി. അതിന് തൊട്ട് താഴെയായി മൻ കി ബാത് ക്വിസ് വിജയികൾക്ക് ഡൽഹിയുടെ ആദരം എന്ന തലക്കെട്ടോടുകൂടി വിജയിച്ച വിജയികളുടെ ചിത്രം ആ വാർത്തയോടൊപ്പം വളരെ പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ നിന്നുള്ള മൻ കി ബാത് ക്വിസ് DSON 4 വിജയികളെ ഡൽഹിയിൽ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചപ്പോൾ ആദരം ഏറ്റുവാങ്ങിയവർ മുൻ കേന്ദ്രമന്ത്രിമാരായ അൽഫോൺസ് കണ്ണന്താനം, സ്മൃതി ഇറാനി, V മുരളീധരൻ, സ്വാഗത സംഘം ചെയർമാൻ ബാബു പണിക്കർ, കൺവീനർ അനൂപ് ആന്റണി എന്നിവർക്കൊപ്പം
നിൽക്കുന്ന ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അതിന് ഇടതുഭാഗത്തായി ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ നടക്കുന്ന 38ാം ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സമീപമുണ്ട് എന്നുള്ള ചിത്രം അതിനൊപ്പം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി രാഷ്ട്രം അഭിമാന നിമിഷത്തിലേക്ക് 100ാമത്തെ വിക്ഷേപവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷാ ഭീഷണി വെറും ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതിയുടെ വാദത്തിനും ഇന്ന് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ജന്മഭൂമി. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ നെന്മാറ ഇട്ടക്കൊലപാതകം ചെന്താമരയെ തെരഞ്ഞു പിടിച്ചു എന്ന തലക്കെട്ടോടുകൂടി നെന്മാറ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു കേരള കൗമുദിയുടെ ആദ്യ പേജിൽ. നെന്മാറ പോത്തുണ്ടി ബോയിൻ കോളനിയിൽ വെട്ടേറ്റ് മരിച്ച സുധാകരൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ദുഃഖം താങ്ങാനാകാതെ മക്കളായ അതുല്യയും അഖിലയും നിന്ന് കരയുന്ന ചിത്രമാനോടൊപ്പം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സുരക്ഷയിൽ സുപ്രീം കോടതി ആകാശം ഇടിഞ്ഞു വീഴുമെന്ന ഭയപ്പെടുത്തുന്ന കാർട്ടൂൺ പോലെ സുപ്രീം കോടതിയുടെ വാദവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ലഹരിയിൽ കുരുങ്ങി കേരളം പിടിവിട്ട കുറ്റകൃത്യങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കണക്ക് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകുന്നു. ഒപ്പം ലഹരി കേസുകളുടേത്, ഒപ്പം ക്രിമിനൽ കേസുകൾ, കൊലപാതകങ്ങളടക്കം എല്ലാത്തിൻ്റെയും, പോക്സോ കേസുകൾ, സൈബർ കേസുകളടക്കം എല്ലാത്തിൻ്റെയും ഗ്രാഫോട് കൂടിയുള്ള വിശദ വിവരങ്ങൾ വലതുഭാഗത്തായി നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി CP ജോണിൻ്റെ കാര്യം മനസ്സിലാകും. വെള്ളാപ്പള്ളി ഈഴവർക്ക് അർഹമായ പ്രാതിനിധ്യം ഒരു പാർട്ടിയിൽ നിന്നും ലഭിച്ചിട്ടില്ല. കേരളത്തിൽ ഈഴവ സമുദായം നേരിടുന്ന അവഗണനയെക്കുറിച്ച് തുറന്നു പറയാൻ ഒരു രാഷ്ട്രീയ നേതാവും ഇപ്പോഴെങ്കിലും ചങ്കൂറ്റം കാണിച്ചതിൽ നന്ദിയുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോണിൻ്റെ കേരള കൗമുദിയിൽ വന്ന അഭിമുഖത്തോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു കേരള കൗമുദി. അതിനോടൊപ്പം തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ സംസ്ഥാനത്തെക്കുറിച്ച് പിണറായിക്ക് വ്യക്തമായ കാഴ്ചപ്പാടെന്ന് ഗവർണറെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വളരെ വ്യക്തത വന്നു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. എന്തായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.